ലവ് ജിഹാദ് എന്ന വാക്ക് ആദ്യമായി കോയിൻ ചെയ്യുന്നതും ഉപയോഗിക്കുന്നതും കേരളത്തിലാണ്. ആദ്യമായി അങ്ങനെയൊരു കാര്യം കണ്ടെത്തിയതും അങ്ങനെയൊരു പേര് നൽകിയതും കേരള ഹൈക്കോടതിയാണ്. അതും കേരള പോലീസിന്റെ രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട്. അല്ലാതെ നോർത്ത് ഇന്ത്യൻ സംഘികൾ സങ്കല്പിച്ചുണ്ടാക്കിയ കഥ ഒന്നല്ല ആ വാക്ക്. KT ശങ്കരൻ ജഡ്ജിയായിരിക്കുന്ന ബെഞ്ചിലാണ് 2009 2 മുസ്ലിം യുവാക്കൾ ഒരു ഹിന്ദു പെൺകുട്ടിയെയും ഒപ്പം ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെയും പ്രണയം നടിച്ച് മതം മാറ്റിയ കേസ് വരുന്നത്. ആ കേസുമായി ബന്ധപ്പെട്ടാണ് ലവ് ജിഹാദ് എന്നതിന്റെ ഭീകരത പുറം ലോകം അറിഞ്ഞു തുടങ്ങിയതും. അന്നത് പരക്കെ അറിയപ്പെട്ടിരുന്നത് റോമിയോ ജിഹാദ് എന്ന പേരിലായിരുന്നു. കേരള കൗമുദിയുടെ ഒരു സ്പെഷ്യൽ ഫീച്ചർ തന്നെ റോമിയോ ജിഹാദുമായി ബന്ധപ്പെട്ടതായിരുന്നു ആ കാലത്ത്. അതുകൊണ്ട് ലവ് ജിഹാദിന്റെ പഴി വടക്കോട്ടുള്ള ഹിന്ദുക്കളുടെ നെഞ്ചത്ത് ചാരാതെ ഇരിക്കാനുള്ള മാന്യത മലയാളികൾ കാണിക്കേണ്ടതുണ്ട്. മൊത്തം മലയാളികളല്ലെങ്കിലും ഇപ്പോൾ ഇവിടെ കടന്ന് തുള്ളുന്നവർ കാണിക്കേണ്ടത് തന്നെയാണത്. ഇനി കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗത്തെക്കുറിച്ചാണ്. ട്രെയിലറിൽ തന്നെ സംഭവങ്ങൾ വ്യക്തമായി നടക്കുന്നത് മധ്യപ്രദേശിലാണെന്ന് കാണിക്കുന്നുണ്ട്. മധ്യപ്രദേശിലെ, രാജസ്ഥാനിലെ, കേരളത്തിലെ 3 പെൺകുട്ടികൾ ഈ ട്രാപ്പിൽ വീഴുന്നതും അകപ്പെടുന്നതുമാണ് പ്രമേയം. അതിലെ ബീഫ് കുത്തിക്കയറ്റുന്ന രംഗം കേരളത്തിൽ നടന്നതാണ് എന്നല്ല സിനിമ അവകാശപ്പെടുന്നത്. അത് നടന്ന സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ചിത്രീകരിച്ചതാണ്. മധ്യപ്രദേശിൽ ഇൻഡോറിൽ ആരതി കുമാർ എന്ന ഹിന്ദു പെൺകുട്ടിക്ക് സംഭവിച്ച യഥാർത്ഥ സംഭവമാണത്. ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട മുഹമ്മദ് ഷഹബാസുമായി അടുപ്പത്തിലായിട്ടാണ് ആ പെൺകുട്ടി ഇൻഡോറിലെത്തുന്നത്. അവിടെ ഒരുമിച്ച് തങ്ങിയ സമയത്ത് ബീഫ് കഴിക്കാനും മതം മാറാനും ഷഹബാസ് നിർബന്ധിച്ചതായി അവർ പോലീസിൽ പരാതിയടക്കം നൽകിയിട്ടുണ്ട്. ബീഹാർ സ്വദേശിയായ ആരതി ബീഹാറിലേക്ക് തിരികെ പോകണമെന്നും അഭ്യർത്ഥിച്ചിരുന്നു. ഇന്ത്യ ടുഡേയിൽ ഇത് വാർത്തയുമായതാണ്. 2023 സെപ്റ്റംബറിൽ ഉത്തർപ്രദേശിലെ ബറേലി ജില്ലയിൽ ഒരു ദളിത് ഹിന്ദു സ്ത്രീയെ ഇതുപോലെ ചെയ്ത സംഭവമുണ്ട്. ലഹരിയടക്കം നൽകി ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ ബറേലി പോലീസ് പ്രതികളെ അറസ്റ്റും ചെയ്തിരുന്നു. ചുറ്റും നടക്കുന്ന സാമൂഹ്യ വിഷയങ്ങളിൽ പൊട്ടക്കണത്തിൽ കിടന്ന് അതാണ് ലോകമെന്ന് വിചാരിക്കുന്ന മലയാളി മതേതര മന്തപ്പന്മാർക്ക് വലിയ ധാരണയൊന്നുമില്ല എന്ന് ഒന്നുകൂടി ഉറപ്പിക്കാൻ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൊണ്ട് കഴിയുമെന്നല്ലാതെ വേറെ ഗുണമൊന്നുമില്ല. ഇനി എന്തുകൊണ്ട് ബീഫ് എന്നതാണ് ചോദ്യം. ആത്യന്തികമായി ബീഫ് ഒരു ടൂളാണ്. ഹിന്ദുക്കളെ മതം മാറ്റാൻ ഇങ്ങോട്ട് കയറി വന്ന ഗസ്നി മുതൽ ടിപ്പു വരെ ഉപയോഗിച്ച ഒന്നാണ് ഈ ഗോമാംസം. മലബാറിലെ ഹിന്ദുക്കളെ മതം മാറ്റാനും അവർ തിരികെ ഹിന്ദു ധർമ്മത്തിലേക്ക് തിരികെ പോകാതിരിക്കാനും ടിപ്പു ബീഫ് നിർബന്ധമായും കഴിപ്പിച്ചിരുന്നു. ഇത് പറയുന്നതും നോർത്ത് ഇന്ത്യൻ സംഘികളല്ല. ടിപ്പുവിന്റെ കാലത്ത് മൈസൂരിൽ ജീവിച്ചിരുന്ന ബ്രിട്ടീഷ് നയതന്ത്രജ്ഞൻ കിർപ്പാട്ടിക്കാണ് ഇതിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. 1921 തുർക്കിയിൽ കിടക്കുന്ന ഖലീഫയ്ക്ക് വേണ്ടി ഇവിടെ മാപ്പിള ലഹള നടത്തിയപ്പോൾ ഹിന്ദുക്കളെ മതം മാറ്റാൻ ഉപയോഗിച്ചത് ഗോമാംസം ഭക്ഷിപ്പിച്ചായിരുന്നു. ക്ഷേത്രങ്ങളുടെ ഉള്ളിൽ വെച്ച് ഗോക്കളെ അറുക്കുകയും ഗോമാംസം വിഗ്രഹങ്ങളിൽ ചാർത്തുകയും ചെയ്ത സംഭവങ്ങൾ വരെ 1921 ഉണ്ടായിട്ടുണ്ട്. അന്നൊരു കയ്യിൽ ബീഫും മറുകൈയിൽ വാളുമായി മതമൗലികവാദികൾ മതം മാറാൻ വിരട്ടിയപ്പോൾ വിരണ്ടു മാറിയവരുടെ പിൻഗാമികളാണ് ബീഫിന്റെ പേരിൽ ഇന്ന് ഹിന്ദുക്കളെ കളിയാക്കുന്നത്. ഇതൊന്നും അറിയാതെ ഞാൻ ബീഫ് കഴിക്കും, ആരുണ്ട് ചോദിക്കാൻ എന്നൊക്കെ ചോദിക്കുന്ന മണ്ണുണ്ണികളും ഉണ്ടാക്കൂട്ടത്തിൽ. കേരള സ്റ്റോറി ഒരു യാഥാർത്ഥ്യമാണ്. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നടന്നുകൊണ്ടിരിക്കുന്ന അനേകം ഹിന്ദു ക്രൈസ്തവ പെൺകുട്ടികളുടെ നിർഭാഗ്യകരമായ അവസ്ഥയുടെ കഥ. ഇതൊക്കെ പ്രൊപ്പഗാൻഡ ആണെന്ന് തോന്നുന്ന ഹിന്ദുക്കളുണ്ടെങ്കിൽ കേരളത്തിൽ ഇത്തരം ചതികളിൽപ്പെട്ട് തിരികെ രക്ഷപ്പെട്ടുവെന്ന 200-ൽ പരം പെൺകുട്ടികളെ ആർഷവിദ്യാ സമാജം എന്ന സംഘടനയിൽ കാണാം. അവർക്ക് നിങ്ങളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരു മടിയുമില്ല. എത്രയോ വർഷങ്ങളായി അവർ പല വേദികളിലും അവരുടെ അനുഭവങ്ങൾ തുറന്നു പറയുന്നു. മതേതരത്വം കാണിക്കാൻ ഓടി നടന്ന് മതമൗലികവാദികളുടെ മുന്നിൽ കുമ്പിടുന്ന കൂട്ടത്തിൽ ഇതുപോലുള്ള ചങ്കൂറ്റമുള്ള പെൺകുട്ടികളെ കൂടി കാണണം. കേരള സ്റ്റോറിക്ക് ജീവിച്ചിരിക്കുന്ന തെളിവുകളാണ് അവരൊക്കെ. എത്ര കൂകി വിളിച്ചാലും അവഗണിക്കാൻ ശ്രമിച്ചാലും ഒരൊറ്റ കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി: നിങ്ങൾ കണ്ണടച്ചാൽ നിങ്ങൾക്ക് മാത്രമേ ഇരുട്ടാകൂ. ലോകം കൂടി ഇരുട്ടിലായിക്കൊള്ളുമെന്ന് തെറ്റിദ്ധരിക്കരുത്.